വയോധികരായ ഗേ ദമ്പതികളുടെ കൊലപാതകം. 62ഉം 71ഉം വയസ്സുള്ള മനുഷ്യരെ ചുറ്റിക കൊണ്ട് അടിച്ചു കൊന്ന് തലയും ഉടലും വേർപെടുത്തിയ ശേഷം സ്യൂട്ട് കേസിലാക്കി ചിലത് ഉപേക്ഷിച്ചു. ചില ഭാഗങ്ങൾ ഫ്രീസറിൽ സൂക്ഷിച്ചു. കൊന്നത് പണത്തിനു വേണ്ടി മാത്രം. ക്ലിഫ്റ്റൺ സസ്പെൻഷൻ ബ്രിഡ്ജ് സ്യൂട്ട് കേസ് മർഡർ. കാണാം ക്രൈം സ്റ്റോറിയിൽ. കൂടെയുള്ളവരുടെ ഉയർച്ചയിലും അവരുടെ സ്വത്തുക്കളിലും സൗഭാഗ്യങ്ങളിലും അസൂയ പൂണ്ട് അതൊക്കെയും തന്റേതാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്ന ഒരു തരം വികൃതമായ സൈക്കോപാത്തിക് ചിന്താഗതി ചിലരിലുണ്ട്. ഈ ഒരു ദുരാഗ്രഹത്തിനു വേണ്ടി ഏതറ്റം വരെയും പോകാനും മടിക്കാത്ത മനുഷ്യർ ഈ ലോകത്തുണ്ടെന്ന് തെളിയിക്കുന്നതാണ് ചില വിചിത്രമായ കൊലപാതക കേസുകൾ. അത്തരത്തിൽ 2024 ബ്രിട്ടനെയും കൊളംബോയെയും ഒരേപോലെ നടുക്കിയ ഭീതിജനകമായ ഒരു സംഭവമായിരുന്നു 2024 ക്ലിഫ്റ്റൺ സസ്പെൻഷൻ ബ്രിഡ്ജ് സ്യൂട്ട് കേസ് കൊലപാതകം. കഥയിലെ വില്ലൻ പ്രതി 35 വയസ്സുകാരനായ യോസ്റ്റിൻ ആൻഡ്രൂസ് മൊസ്ക്യൂറോ. സാമ്പത്തിക ലാഭത്തിനു വേണ്ടി കൃത്യമായ ആസൂത്രണത്തോടെയായിരുന്നു ലണ്ടനിൽ താമസിച്ചിരുന്ന ആൽബർട്ട് അൽഫോൺസോയെയും പോൾ ലോങ്വർത്തിനെയും ഇല്ലാതാക്കിയത്. 62ഉം 71ഉം വയസ്സുള്ള ഗേ കപ്പിളായ ഇരുവരെയും മനസാക്ഷിയെ വെല്ലുന്ന രീതിയിലാണ് കൊന്നുകളഞ്ഞത്. ആൽബർട്ട് അൽഫോൺസോയ്ക്ക് പ്രതിയായ യോസ്റ്റിനെ മുൻപരിചയമുണ്ടായിരുന്നു. ഇയാൾക്ക് ലണ്ടനിൽ താമസിക്കാനും ജോലി ചെയ്യാനും സൗകര്യമൊരുക്കി കൊടുത്തത് ആൽബർട്ട് ആയിരുന്നു. എന്നാൽ ആ സ്നേഹത്തിന് പകരമായി യോസ്റ്റിൻ തിരിച്ചു നൽകിയതോ ക്രൂരമായ കൊലപാതകം. ചുറ്റിക കൊണ്ടടിച്ച് ഇരുവരെയും കൊലപ്പെടുത്തി. തലയും ശരീരഭാഗങ്ങളും വേർപെടുത്തുകയും ചില ഭാഗങ്ങൾ സ്യൂട്ട് കേസിലും ബാക്കി ഫ്രീസറിലും സൂക്ഷിച്ചു. പിന്നീട് തെളിവ് നശിപ്പിക്കലായിരുന്നു പ്രതിയുടെ ലക്ഷ്യം. അതിനായി തിരഞ്ഞെടുത്ത മാർഗമാണ് അത്യന്തം ഭയപ്പെടുത്തുന്നത്. UK-യിലെ ബ്രിസ്റ്റോളിലുള്ള ക്ലിഫ്റ്റൺ സസ്പെൻഷൻ ബ്രിഡ്ജിൽ നിന്ന് ശരീരഭാഗങ്ങൾ അടങ്ങിയ സ്യൂട്ട് കേസ് താഴേക്കെറിയാൻ പ്രതി തീരുമാനിച്ചു. പ്രതി അത് നടപ്പാക്കാൻ ശ്രമിച്ചെങ്കിലും വിധി മറ്റൊന്നായിരുന്നു. എത്രയൊക്കെ തെളിവ് നശിപ്പിച്ചാലും ഒരു ചെറിയ കണികയെങ്കിലും അവശേഷിക്കുമെന്ന് പറയുന്നത് പോലെ പാലത്തിലെ CCTV ദൃശ്യങ്ങൾ അവിടെ എല്ലാത്തിനും സാക്ഷിയായി ഉണ്ടായിരുന്നു. രാത്രിയിൽ വലിയ ട്രാവൽ ബാഗുകളുമായി ഒരാൾ സംശയാസ്പദമായ രീതിയിൽ പാലത്തിലൂടെ നടന്നു പോകുന്നത് ചിലരുടെ ശ്രദ്ധയിൽപ്പെട്ടു. പെട്ടിയിലൊന്നിൽ നിന്നും രക്തം ഇറ്റു വീഴുന്നത് കണ്ടതോടെ ആളുകൾ ഇയാളെ തടഞ്ഞു നിർത്താൻ ശ്രമിച്ചു. ഭയന്നുപോയ പ്രതി ബാഗുകൾ അവിടെ തന്നെ ഉപേക്ഷിച്ച് ഇരുട്ടിലേക്ക് ഓടിയൊളിച്ചു. ദൃക്സാക്ഷികൾ ഉടൻ തന്നെ വിവരം പോലീസിനെ അറിയിച്ചു. ആ പെട്ടിയിലുണ്ടായിരുന്ന ലഗേജ് ടാഗ് പോലീസിനെ എത്തിച്ചത് ലണ്ടനിലെ ഷെപ്പേർഡ്സ് ബുഷിലുള്ള ഒരു ഫ്ളാറ്റിലേക്കായിരുന്നു. ഇരകളായ ആൽബർട്ടിന്റെയും പോളിന്റെയും അപ്പാർട്ട്മെന്റ് ആയിരുന്നു അത്. അവിടെ പോലീസ് കണ്ടത് അതിക്രൂരമായ ദൃശ്യങ്ങൾ. മൃതദേഹങ്ങളുടെ ബാക്കി ഭാഗങ്ങളും അറുത്തുമാറ്റിയ തലകളും ആ അപ്പാർട്ട്മെന്റിലെ ഒരു ഫ്രീസറിനുള്ളിൽ സൂക്ഷിച്ചിരുന്നു. പ്രതിയുടെ ലാപ്ടോപ്പും ഫോണും പരിശോധിച്ച ഫോറൻസിക് ഉദ്യോഗസ്ഥർ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കണ്ടെത്തിയത്. കൊലപാതകം നടക്കുന്നതിന് ദിവസങ്ങൾ മുൻപ് തന്നെ ഒരു മനുഷ്യനെ കൊലപ്പെടുത്താൻ തലയിൽ എവിടെയാണ് അടിക്കേണ്ടത് എന്ന് അവൻ ഗൂഗിളിൽ തിരഞ്ഞിരുന്നു അത്രേ. കൂടാതെ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ് വഴി ഒരു ഫ്രീസറും അയാൾ ഓർഡർ ചെയ്തു വരുത്തി. മൃതദേഹം എത്ര ദിവസം കൊണ്ട് ചീഞ്ഞു പോകുമെന്ന് ഇന്റർനെറ്റിൽ തിരഞ്ഞ ശേഷമാണ് മൃതദേഹങ്ങൾ പെട്ടിയിലാക്കി ബ്രിസ്റ്റോളിലെ പാലത്തിൽ നിന്നും താഴേക്കെറിയാൻ ഇയാൾ പദ്ധതിയിട്ടത്. ഇതിനൊക്കെ പുറമെ ആൽബർട്ട് മരിച്ചു കിടക്കുമ്പോൾ തന്നെ അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും 4000 പൗണ്ട് പ്രതി സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റാനും ശ്രമിച്ചിരുന്നു. കൊലപാതകത്തിന് ശേഷം ഒളിവിൽ പോയ യോസ്റ്റിനെ 3 ദിവസങ്ങൾക്ക് ശേഷം പോലീസ് പിടികൂടി. വിചാരണ വേളയിൽ താൻ ആത്മരക്ഷാർത്ഥമാണിത് ചെയ്തതെന്നും ഇരകളിൽ ഒരാളാണ് മറ്റൊരാളെ കൊന്നതെന്നും വരുത്തി തീർക്കാൻ ഇയാൾ ശ്രമിച്ചു. എന്നാൽ കോടതിയിൽ പോലീസ് ഹാജരാക്കിയ CCTV ദൃശ്യങ്ങളും ഡിജിറ്റൽ തെളിവുകളും ഇയാളുടെ വാദങ്ങളെല്ലാം പൊളിച്ചടുക്കി. 2025 ജൂലൈ 21 യോസ്റ്റിൻ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. 2025 ഒക്ടോബർ 24 ലണ്ടനിലെ കോടതി പ്രതിക്ക് പരമാവധി തടവ് ശിക്ഷ വിധിച്ചു. ഇയാൾക്ക് കുറഞ്ഞത് 42 വർഷം ജയിലിൽ കിടക്കേണ്ടി വരും.